കോഴിക്കോട് പുറമേരി അറാം വെള്ളി ക്ഷേത്രത്തിന് സമീപം റോഡിൽ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. സ്കൂൾ ബസ് കടന്നു പോകുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. ബസിന്റെ ടയർ കയറിയ ഉടനെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ ബസിന്റെ ടയറിന് കേടുപാടും സംഭവിച്ചിട്ടുണ്ട്. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് ഒരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. ഇവിടെയും സ്ഥലത്ത് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഷാഹിദ് റഹ്മാനുണ്ട്. ഷാഹിദ് റഹ്മാൻ, ചെറിയ പടക്കമോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? അതവിടെ എങ്ങനെ വന്നു എന്നുള്ളത് ദുരൂഹമാണ്. എന്താണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്? എന്താണ് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്? ഷാഹിദ്, അരുൺകുമാർ, നിലവിൽ ഈ അപകടം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല. കാരണം രാവിലെ 8:25 കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. സ്കൂൾ ബസ് പോകുന്ന സമയത്താണ്, അതായത് സ്കൂൾ ബസിന്റെ ഈ ടയർ കയറുന്ന സമയത്താണ് ഈ സ്ഫോടനം നടക്കുന്നത്. ബസ് ജസ്റ്റ് മുന്നോട്ട് എടുത്തപ്പോഴേക്കും ഈ സ്ഫോടനം ഉണ്ടായി. ആ സംഭവ സ്ഥലം, അതായത് ഈ അപകടം നടന്ന സ്ഥലം കുഴിഞ്ഞിട്ടുണ്ട്, റോഡ് മൊത്തമായിട്ടും കുഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് എന്തായാലും ഈ സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. എന്താണ് അപകട വസ്തു എന്നതോ അല്ലെങ്കിൽ എന്താണ് ഇതിന് നയിച്ചത് എന്ന കാര്യമോ ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് വിശദമായിട്ടുള്ള പരിശോധന നടത്തി ഒരു തീരുമാനത്തിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. പ്രത്യേകിച്ച് സ്കൂൾ ബസ്സായിരുന്നു കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഭാഗ്യമെന്ന് പറയട്ടെ, ആർക്കും യാതൊരുവിധ പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നിലവിലെ സാഹചര്യത്തിലില്ല. ഓക്കെ, ഷാഹിദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് സംഭവം എന്നുള്ളത് പോലീസ് പരിശോധിച്ച് കണ്ടെത്തണം.